ഹലോ ഗൈസ്, നമുക്കിന്നൊരു പുതിയൊരു സംഭവമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ. അതായത് നമ്മുടെ സോയ ചങ്ക്സ്. വളരെയധികം വിറ്റാമിൻസും ആരോഗ്യപരമായിട്ടുള്ളൊരു സംഭവമാണ് സോയ ചങ്ക്സ്. നിങ്ങൾ ഇടയ്ക്കെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യാനാണ് പോണത്. അതിനായിട്ട് ഇതേ മസാല എടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ കുരുമുളക് പൊടിയുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്. എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ മല്ലിയില അരച്ചതും ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് പേസ്റ്റ് ഒരു ശകലം വെള്ളം ഒഴിക്കുക. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട്, ഞാൻ വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല, വെറുതെ ഒന്ന് നമുക്കൊന്ന് ആക്കിയിട്ട് അതിൽ തിരുമ്മി വയ്ക്കാം. സോയ ചങ്ക്സ് ആദ്യം തന്നെ നമ്മൾ വെള്ളത്തിലല്ല, നല്ല തിളച്ച വെള്ളത്തിലിട്ട് വയ്ക്കണം. കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഒരു മണിക്കൂർ 3/4 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ വെള്ളം തണുത്തതിന് ശേഷം മാത്രം ഒരു 5-6 പ്രാവശ്യം നമ്മളിത് കഴുകി പിഴിഞ്ഞെടുത്തതാട്ടോ. ഇത് ലാസ്റ്റ് പിഴിഞ്ഞത്. ഒരു 6 പ്രാവശ്യം കഴുകി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ നല്ല വെള്ളമായി കണ്ടോ. ഇനി അതിലുള്ള പതയെല്ലാം പോയി, പതയൊക്കെ കളയണം, എന്നാലേ നമുക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വേറൊരു സ്വാദ് വ്യത്യാസമൊക്കെ വരും. അപ്പോൾ അത് നന്നായിട്ട് നമുക്കതിലെല്ലാത്തിലും തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല, എന്നാലും ആവശ്യത്തിന് കുറച്ചൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത്തിരി ഇത്തിരി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് സവാള വഴറ്റിയിട്ടുണ്ട്. സവാള നല്ല ബ്രൗൺ കളറാകുമ്പോൾ കുറച്ച് ഞാൻ ഇതിലേക്കും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നന്നായിട്ട് ഇങ്ങനെ ഒരുപാട് വെളിച്ചെണ്ണ, നോൺ സ്റ്റിക്ക് ആയ കാരണം നമുക്ക് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ കിടന്നാലും നല്ല ഫ്രൈ ആയിട്ട് തന്നെ കിട്ടും നമുക്ക് കേട്ടോ. ഞാൻ മുഴുവനും എടുത്തില്ല, പകുതി എടുത്തുള്ളൂ കേട്ടോ. പകുതി നാളെ വറക്കാമെന്ന് എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈഡ് റൈസിലേക്ക് നമ്മൾ അൽഫാം വറുത്തതുണ്ട്, കൂടാതെ ഇതും കൂടി ആയാൽ മതി. പിന്നെ ചിക്കൻ്റെ ഗ്രേവി ഉണ്ട്, അതൊക്കെ കൂട്ടി കഴിക്കാമെന്നാണ് വിചാരിക്കണേ. പിന്നെ അച്ചാറും സാലഡൊക്കെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ കഴിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.